ഹലോ, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ, നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നു, എന്നിട്ടും എന്തായി വിജയം മാത്രം കയ്യിൽ കിട്ടാത്തതെന്ന്. എന്തോ ഒരു കാണാമറയത്തിരുന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് പോലെ ഒരു തോന്നല്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു അദൃശ്യമായ തടസ്സത്തെക്കുറിച്ചാണ്. എന്താണത്? എവിടെയാണത്? ശരി, നമുക്ക് തുടങ്ങാം. ഈ ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാകും. ചിലപ്പോൾ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ, ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള വളർച്ചയിൽ എവിടെയൊക്കെയോ സ്റ്റക്കായതുപോലെ, മുന്നോട്ടുള്ള വഴി അങ്ങ് അടഞ്ഞുപോയ പോലെ ഒരു ഫീൽ. നമ്മുടെ കയ്യിൽ എല്ലാ കഴിവുമുണ്ട്, നമ്മൾ നന്നായി പരിശ്രമിക്കുന്നുമുണ്ട്, എന്നിട്ടും എന്തോ ഒന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പ്രശ്നം ചിലപ്പോൾ പുറത്തുള്ള സാഹചര്യങ്ങളോ മറ്റുള്ളവരൊന്നും ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ശരീരത്തിലെ ഊർജം ഒഴുകുന്ന സിസ്റ്റത്തിലെ എവിടെയോ ഒരു ബ്ലോക്ക് വന്നതാണെങ്കിലോ. അതാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ ഉള്ളിലെ ഈയൊരു എനർജി സിസ്റ്റം മനസ്സിലാക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് പ്രാണൻ, രണ്ട് ചക്രങ്ങൾ. ഇത് രണ്ടും ചേർന്നാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം തീരുമാനിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ പ്രാണൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളെ ജീവനുള്ളതാക്കി നിർത്തുന്ന ആ ഒരു ലൈഫ് ഫോഴ്സ് എനർജിയില്ലേ, അതാണ് പ്രാണൻ. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഈ ജീവശക്തിയുണ്ട്. ഈ പ്രാണന്റെ ഒഴുക്ക് എത്രത്തോളം സ്മൂത്താണോ അത്രത്തോളം നമ്മളും എനർജറ്റിക്കായിരിക്കും. ശരി, ഈ പ്രാണൻ നമ്മുടെ ശരീരത്തിലൂടെ വെറുതെ അങ്ങ് ഒഴുകി നടക്കുകയല്ല. അത് കടന്നുപോകുന്നത് ചക്രങ്ങളെന്നറിയപ്പെടുന്ന 7 പ്രധാനപ്പെട്ട എനർജി സെന്ററുകളിലൂടെയാണ്. നമ്മുടെ ശരീരത്തിലെ പവർ സ്റ്റേഷനുകളായിട്ട് ഇവയെ സങ്കൽപ്പിക്കാം. ഓരോ പവർ സ്റ്റേഷനും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പവർ സ്റ്റേഷനുകളിലേക്കുള്ള കറന്റ് ഫ്ലോ, അതായത് പ്രാണന്റെ ഒഴുക്ക്, എപ്പോഴെങ്കിലും ബ്ലോക്കായാൽ എന്ത് സംഭവിക്കും? വീട്ടിലെ ഫ്യൂസ് പോയാലുള്ള അവസ്ഥ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലതരം പ്രശ്നങ്ങൾ തലപൊക്കാൻ തുടങ്ങും. ചിലപ്പോൾ അത് ശാരീരികമായി വരാം, അല്ലെങ്കിൽ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ഒക്കെ പ്രകടമാവാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഏത് എനർജി സെന്ററിലാണ് ഈ ബ്ലോക്ക് ഉള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ചക്രത്തിലെയും ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് പുറത്തുവരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഈ പട്ടികയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഓരോ ചക്രവും ഓരോ തരം പ്രശ്നങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം. ഉദാഹരണത്തിന്, മൂലാധാര ചക്രം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ സുരക്ഷിതത്വബോധത്തിന്റെ കേന്ദ്രമാണത്. അവിടെ ഒരു ബ്ലോക്ക് വന്നാൽ ജീവിതത്തിൽ എപ്പോഴും ഒരു പേടിയായിരിക്കും, ഒരു ഉത്കണ്ഠ, എനിക്കൊന്നിനും കൊള്ളില്ല എന്നൊരു അപകർഷതാബോധം. ഇനി സ്വാധിഷ്ഠാനത്തിലേക്ക് വന്നാലോ? ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഫലവുമില്ല, എപ്പോഴും ഒരു മടി, ഒരു ഊർജ്ജമില്ലായ്മ. ആത്മവിശ്വാസക്കുറവാണ് നിങ്ങളുടെ പ്രശ്നം. അത് മണിപൂരകത്തിലെ ബ്ലോക്കാകാം. ഇനി മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും ഇമോഷണലായി അപ്പ് ആൻഡ് ഡൗൺ. അത് അനാഹത ചക്രവുമായും ബന്ധപ്പെട്ടിരിക്കാം. അതുപോലെ ഏകാന്തത, ഡിപ്രഷൻ പോലുള്ളവ വിശുദ്ധിചക്രത്തിൻ്റെയും. ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ദേഷ്യം, പിടിവാശി, ഇതൊക്കെ ആജ്ഞാചക്രത്തിലെയും പ്രശ്നങ്ങളാകാം. ഒരു നിമിഷം ഒന്നാലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു തിരിച്ചറിവാണ് ശരിക്കും മാറ്റത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ശരി, പ്രശ്നം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇനി ഈ ബ്ലോക്കുകളൊക്കെ മാറ്റി നമ്മുടെ എനർജി ഫ്ലോ എങ്ങനെ പഴയതുപോലെ സ്മൂത്താക്കാമെന്ന് നോക്കാം, അല്ലേ? നമ്മുടെ ഈ എനർജി സെന്ററുകളെ ആക്ടിവേറ്റ് ചെയ്യാൻ പണ്ടുമുതലേ ഉപയോഗിച്ചു വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള വഴികളാണിത്. യോഗാസനങ്ങൾ, പ്രാണായാമം, ധ്യാനം, ഇതൊക്കെ നമ്മുടെ ഈ എനർജി ഒഴുകുന്ന വഴികളെ ക്ലിയർ ചെയ്യാനും പ്രാണന്റെ ഒഴുക്ക് സുഗമമാക്കാനും ഒരുപാട് സഹായിക്കും. അപ്പോൾ ഈ പരിശീലനങ്ങളൊക്കെ വളരെ എഫക്റ്റീവാണ്, സംശയമില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മാറാത്ത, വളരെ ആഴത്തിൽ വേരുന്നിയ ചില ബ്ലോക്കുകളുണ്ടാകാം. അതിന്റെ കാരണം എന്തായിരിക്കും? ഇനിയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്ക് കടക്കാൻ പോകുന്നത്. ഈ എനർജി ബ്ലോക്കുകളിലെല്ലാം യഥാർത്ഥ കാരണം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പലപ്പോഴും ഈ ബ്ലോക്കുകളുടെയെല്ലാം യഥാർത്ഥ ഉറവിടം നമ്മുടെ ശരീരം പോലുമല്ല. അത് നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ചിന്തകൾ, ആഴത്തിലുള്ള ഭയങ്ങൾ, പണ്ടത്തെ അനുഭവങ്ങൾ, ഇതെല്ലാമാണ് അവിടെ എനർജി ബ്ലോക്കുകളായി രൂപം കൊള്ളുന്നത്. ഈ ആശയം ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഉപബോധ മനസ്സിലെ ഈ ബ്ലോക്കുകളെ നമ്മൾ നീക്കം ചെയ്യുമ്പോഴാണ്. പ്രാണന്റെ ഒഴുക്കുപയോഗിച്ച് ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രാണവിദ്യ പോലുള്ള ആഴത്തിലുള്ള ടെക്നിക്കുകൾ ഇതിന് സഹായിക്കും. അത് നേരിട്ട് നമ്മുടെ ഉപബോധ മനസ്സിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പുറമേ കാണുന്ന ലക്ഷണങ്ങൾക്ക് മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആഴത്തിലുള്ള മൂലകാരണം കണ്ടെത്തണം, അതിനെ മാറ്റണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥവും എന്നേക്കുമായി നിലനിൽക്കുന്നതുമായ ഒരു മാറ്റം സാധ്യമാകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഉറവിടം എവിടെയായിരിക്കാമെന്ന്. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ബാലൻസും വിജയവും തിരികെ കൊണ്ടുവരാനുള്ള ഈ യാത്ര നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങാനാണ് പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.